ഒരു നോയമ്പ് കാലം കൂടി ആചരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുക്രിസ്തു കഷ്ടത അനുഭവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന നാം യേശുവിനെ എങ്ങനെ അഥവാ ആരായി കാണണം എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാർ നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് കർത്താവ് പറയുന്നു. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം ആകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വിശ്വസിക്കുന്നവരെ കുറിച്ച് കർത്താവ് 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നു. 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 10-ന്റെ തന്നെ വാക്യത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ആടുകളുടെ ഇടയൻ ആകുന്നു. 10-ന്റെ 7-ാം വാക്യം പറയുന്നു, ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു. 10-ന്റെ തന്നെ 14-ഉം 15-ഉം വാക്യങ്ങൾ പറയുന്നു, ഞാൻ നല്ല ഇടയൻ, എൻ്റെ ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. പിന്നീട് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. 31 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറഞ്ഞു. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയും. വലത്തു ഭാഗത്തുള്ളവരാകാൻ ഉള്ള യോഗ്യത സ്പഷ്ടമാക്കുന്നത് 40-ാം വാക്യത്തിലൂടെയാണ്. അതായത്, ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് കർത്താവ് പറയുന്നു. അങ്ങനെ യേശുവിനെ നമ്മൾ ഇടയനായും കാവൽക്കാരനായും വാതിലായും ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നവനായും സത്യവും വഴിയും ജീവനുമായും കാണുന്നു. ആ ഇടയന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നവരാണോ? ആ വാതിലിലൂടെ കടന്നു പോകാൻ യോഗ്യത ഉള്ളവരാണോ? അതിനായി കർത്താവ് പറഞ്ഞതുപോലെ ഈ എളിയ സഹോദരിമാർക്കും വേദനപ്പെടുന്നവർക്കും വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒന്ന് തുറക്കാം. അങ്ങനെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പുതുക്കി പണിത് ഈ നോയമ്പ് കാലത്ത് ഒന്നുകൂടി ദൈവത്തോട് സമർപ്പിക്കാം.